ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായിട്ട് ഒരു ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു ലോങ് വീഡിയോ ഇടാറില്ല. അപ്പോൾ എൻ്റെ മോൻ്റെ സുന്നത്ത് കല്യാണ പരിപാടിയാണ്, അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സുന്നത്ത് പരിപാടി, അതായത് സുന്നത്ത് നേരത്തെ കഴിഞ്ഞതാണ് 15 ദിവസം മുമ്പ്. അപ്പോൾ ഇന്ന് 15 അവനെ അതിൽ കൂടെ വെള്ളം ഒഴിക്കില്ല, അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതായിരുന്നു. അപ്പോൾ ആ പരിപാടിയോടനുബന്ധിച്ചിട്ട് നമ്മൾ കുറച്ച് വലിയ ഫംഗ്ഷനായിട്ട് തന്നെ നടത്തണം കേട്ടോ. അത്ര വേണ്ടപ്പെട്ടവരെങ്കിലും ഇപ്പൊക്കെ കുറച്ച് അയൽവാസികളൊക്കെ വിളിച്ചിട്ട് ഒരു വേണ്ട രീതിയിലാണ് ഞങ്ങൾ ആ ഫംഗ്ഷൻ നടത്തിയത്. അപ്പോൾ അവന് ഡ്രസ്സ് മാറ്റി കൊടുക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ അവന് സുന്നത്ത് കല്യാണം പറഞ്ഞപ്പോൾ അവൻ്റെ കല്യാണമാണെന്നൊക്കെ വിചാരിച്ചത്. അപ്പോൾ പെൺകുട്ടി ഓർഡർ ആവശ്യം പെൺകുട്ടി ഇല്ലാത്ത കല്യാണം എന്നൊക്കെ അവൻ്റെ ഒരു പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവനെ റെഡിയാക്കുന്ന തിരക്കുന്നുണ്ട്. ഇത് പണ്ടായിരുന്നു ആദ്യം ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അത് അങ്ങനെ അല്ലെങ്കിലും ഒരുവിധം എവിടെയെങ്കിലുമൊക്കെ കാണും അങ്ങനെ ചെറിയ പരിപാടി. അത്യാവശ്യം കേട്ടോ. അപ്പം അങ്ങനെ നടത്താറില്ല, എന്നാലും ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നടത്തിയതാണ് കേട്ടോ ഈ പരിപാടി. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിരുന്നത് ഷർട്ടും മുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുണ്ട് കുറച്ച് അവനിക്ക് ആ ഇടുപ്പിൻ്റെ ആ ഭാഗത്ത് കുറച്ച് അവനിക്ക് ഇടുപ്പില്ലാത്തത് കൊണ്ട് ഒരുപാട് സ്റ്റിക്കേഴ്സ് വലിച്ചെടുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും അത് അഴിച്ചിട്ട് വീണ്ടും അത് ഒട്ടിക്കൊടുക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ അവിടെ ഒരു പിന്നെ കുത്തി കൊടുത്താൽ നമ്മൾ അതങ്ങനെ ലോങ് ആയിട്ട് നിൽക്കണം. അപ്പോൾ ഞാൻ അതിനോട് ചെറുതായിട്ട് മടക്കിയിട്ടൊക്കെ ഒന്ന് സേഫ്റ്റി പിൻ വെച്ചിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ അത്ര ആയിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ എടുത്തത് ഇത്തിരി വലുതായി പോയാന്നുണ്ട്. പിന്നെ ഇതായിരുന്നു വേഷം. പിന്നെ ഞാൻ അവനേക്ക് അവൻ്റെ ചെയിനും ബ്രേസ്ലെറ്റും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല സുന്ദര കുട്ടപ്പനൊക്കെ റെഡിയാക്കി. ഇപ്പോൾ ഞാൻ ഇത് സുന്നത്ത് ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ പ്രസവിച്ചതിന് ശേഷം അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ 3 വയസ്സ് 5 വയസ്സ് അങ്ങനെയുള്ള ഒരു കണക്കാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ എന്നാൽ പിന്നെ മോന് ഇപ്പോൾ ഓഗസ്റ്റ് വന്നാലും 3 വയസ്സ് പൂർത്തിയാവും. അപ്പോൾ അതിന് മുമ്പായിട്ട് ചെയ്തു പറഞ്ഞാൽ അവനെ ഇനിയിപ്പോൾ അംഗനവാടിയിലേക്ക് വിടാനും ആയി. അപ്പോൾ അതിന് മുമ്പൊക്കെ ഒന്ന് ചെയ്തതാക്കാമെന്ന് പറഞ്ഞ് ഞാൻ ചെയ്തതാണ് പരിപാടി. അപ്പോൾ അത് ബ്രേസ്ലെറ്റും മാലയും ഒക്കെ ഇട്ടു. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. എൻ്റെ സിസ്റ്റേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം റെഡിയായതിന് ശേഷമാണ് അവനെ റെഡിയാക്കിയത്. അപ്പോൾ ഞങ്ങളിവിടെ റെഡിയായിട്ട് അവനെ കൂട്ടിയിട്ട് പോകാൻ വരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തായിരുന്നു. പിന്നെ നോക്കുമ്പോൾ അവർക്ക് വരാനുള്ള സമയമില്ല. അപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്ന് റീൽസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അപ്പോണ് അതായത് ഫ്രണ്ട് വന്നിരുന്നു. അവർക്ക് വരാൻ ടൈം കിട്ടാത്തതുകൊണ്ട് മൂപ്പര് വന്നപ്പോൾ അവരുടെ കൂടെ പറഞ്ഞു വിട്ടു കേട്ടോ. അപ്പോൾ വീട്ടിൽ വെച്ചിട്ടല്ല പരിപാടി. നമ്മുടെ കുറച്ച് അങ്ങോട്ട് പോയാൽ പള്ളി മണ്ഡപം അവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പരിപാടി നടത്തുന്നത്. മോൻ്റെ ബർത്ത്ഡേയും അവിടെയായിരുന്നു. ഇപ്പോൾ ഇതും അവിടെയാണ് ചെയ്യുന്നത് ഞങ്ങൾ. അപ്പോൾ വീട്ടിൻ്റെ അവിടുന്ന് കുറച്ച് നടക്കേണ്ട ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവരെ പറഞ്ഞയച്ച് വിട്ട് ബാക്കിൽ ഞങ്ങൾ നടന്ന് വരാൻ പറഞ്ഞ് ഞങ്ങൾ നടന്നാണ് പോയത്. അപ്പോൾ ഞങ്ങൾ പോണതിന് മുമ്പ് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ അങ്ങനെ ഞങ്ങളുടെ ഗോഷ്ഠികളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും നമ്മൾ മെയിനാക്കരുത്. അപ്പം ഞങ്ങളങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി നേരെ മണ്ഡപത്തിലേക്ക് നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോസ് അധികം ഞാൻ അങ്ങനെ ഇതാക്കിയിട്ടില്ല കേട്ടോ. എനിക്ക് ആവണ പോലത്തെ തിരക്കായിരുന്നത് കൊണ്ട് ആവുന്നത് പോലെയുള്ള വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ കുറേ കാലമായി ലോങ് വീഡിയോസ് ഇട്ടിട്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടോളൂ. കുറച്ച് വീഡിയോ ഉള്ളൂ, അപ്പോൾ കാണണേ എല്ലാവരും.